നമസ്കാരം. വമ്പൻ അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഇതിഹാസ താരങ്ങൾ ഇപ്പോൾ അരങ്ങൊഴിയുമ്പോൾ പുതിയ ഇന്ത്യയെ വളർത്തിയെടുക്കുക എന്ന വലിയ കടമ്പയാണ് ടീം മാനേജ്മെന്റിനുള്ളത്. രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയും രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ എന്നിവർ T20യിൽ നിന്നും വിരമിച്ചതോടെയും ഇന്ത്യൻ ക്രിക്കറ്റിനെ ഉടച്ചു വാർക്കാനുള്ള ദൗത്യം ഇനി പുതുതായി സ്ഥാനമേറ്റെടുക്കാൻ ഒരുങ്ങുന്ന പരിശീലകൻ ഗൗതം ഗംഭീറിനാണ്. ഈ മാസം അദ്ദേഹം കോച്ചായി ചുമതലയേൽക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. ശ്രീലങ്കയുമായി നാട്ടിൽ നടക്കാനിരിക്കുന്ന വൈറ്റ് ബോൾ പരമ്പരയിലായിരിക്കും ഗംഭീറിന്റെ ആദ്യത്തെ ചാലഞ്ച്. ഗംഭീർ കോച്ചായി വന്നാൽ പല മാറ്റങ്ങളും തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽ സുപ്രധാനമായ ഒരു മാറ്റം വന്നേക്കുക വിക്കറ്റ് കീപ്പറുടെ കാര്യത്തിലായിരിക്കും. നിലവിൽ 3 ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണ്. ടെസ്റ്റിലും ഏകദിനത്തിലും അദ്ദേഹത്തിന്റെ മിടുക്കിനെക്കുറിച്ച് ആർക്കും സംശയമില്ല. പക്ഷേ T20യിൽ ഋഷഭ് സ്ഥാനം അർഹിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഏറ്റവും അവസാനമായി നടന്ന T20 ലോകകപ്പും ഇത് ശരിവയ്ക്കുകയാണ്. ടൂർണമെന്റിലെ 8 ഇന്നിംഗ്സുകളിൽ കളിച്ചിട്ടും ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഋഷഭിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗംഭീർ വന്നാൽ T20യിൽ ഋഷഭിന്റെ ചീട്ട് കീറാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. പകരം അദ്ദേഹം ഈ റോള് നൽകിയേക്കുക മലയാളി താരം സഞ്ജു സാംസൺ തന്നെയായിരിക്കും. ഋഷഭ് പന്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള എക്സ്പീരിയൻസ്ഡ് വിക്കറ്റ് കീപ്പർ എന്നത് സഞ്ജു സാംസൺ തന്നെയാണ്. ധ്രുവ് ജുറേലായാലും അതുപോലെ തന്നെ ജിതേഷ് ശർമ്മയായാലും അവരെല്ലാം പുതുമുഖങ്ങളാണ്. കളിച്ച പരിചയം വരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആയിട്ടുള്ള സഞ്ജു സാംസൺ ആയിരിക്കും പിന്നീട് നറുക്ക് വീഴുക. കഴിഞ്ഞ T20 ലോകകപ്പിൽ ഋഷഭിനേക്കാൾ ടീമിൽ സ്ഥാനം അർഹിച്ചത് യഥാർത്ഥത്തിൽ സഞ്ജു സാംസൺ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഒരു മത്സരത്തിൽ പോലും കളിപ്പിക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറായതുമില്ല. എന്നാൽ ഗംഭീർ വന്നാൽ സഞ്ജുവിൻ്റെ സമയം തെളിയാനാണ് ഇടയാവുന്നത്. അദ്ദേഹത്തിൻ്റെ പഴയൊരു പോസ്റ്റ് ഈ ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. പലതവണ സഞ്ജുവിനെ കുറിച്ച് മതിപ്പോടെ സംസാരിക്കുകയും ടീമിലെടുക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ചുരുക്കം വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഗംഭീർ. 4 വർഷങ്ങൾക്ക് മുൻപ് എക്സിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയായിരുന്നു: സഞ്ജു സാംസൺ ഇന്ത്യയിലെ മികച്ച വിക്കറ്റ് കീപ്പർ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മികച്ച യുവ ബാറ്ററും കൂടിയാണ് എന്നാണ്. 2022 സെപ്റ്റംബർ 22 രാത്രി 8:24 അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഇതെല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സഞ്ജുവിൻ്റെ കഴിവിൽ എത്രമാത്രം ആത്മവിശ്വാസമാണ് ഗംഭീറിനുള്ളത് എന്ന് വാക്കുകളിൽ നിന്നും വ്യക്തം. പിന്നീട് ഒരിക്കൽ സഞ്ജു തുടർച്ചയായി ഇന്ത്യൻ ടീമിൽ നിന്നും തഴയപ്പെട്ടപ്പോഴും ഗംഭീർ ശ്രദ്ധേയമായ ഒരു പരാമർശം നടത്തിയിരുന്നു. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിനായി കളിക്കുന്നില്ല എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ നഷ്ടമല്ല, മറിച്ച് ഇന്ത്യയുടെ നഷ്ടമാണ് എന്നായിരുന്നു ഗംഭീർ അന്ന് ചൂണ്ടിക്കാട്ടിയത്. ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഗംഭീർ കോച്ചായാൽ തീർച്ചയായും സഞ്ജു സാംസണ് തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന സ്ഥാനം നൽകുക. അന്താരാഷ്ട്ര T20യിൽ മോശം റെക്കോർഡാണ് ഋഷഭിനുള്ളത്. 74 മത്സരങ്ങളിൽ നിന്നായി 22.70 എന്ന ദയനീയ ശരാശരിയിൽ 126.55 സ്ട്രൈക്ക് റേറ്റിൽ 1158 റൺസ് മാത്രമേ ഋഷഭ് നേടിയിട്ടുള്ളൂ. 2022 ഡിസംബറിൽ കാറപകടത്തിൽ പരിക്കേൽക്കുന്നതിന് തൊട്ട് മുൻപ് ഋഷഭിനെ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ നിന്നും ഒഴിവാക്കണമെന്നും ടെസ്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നു. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഋഷഭിന് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, പക്ഷേ അവ ശരിയായി മുതലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റെഡ് ബോൾ ക്രിക്കറ്റിൽ ഋഷഭ് പന്ത് കൂടുതൽ ശ്രദ്ധിക്കണമെന്നും മറ്റുള്ളവർക്ക് വേണ്ടി ഏകദിനത്തിലും T20യിലും മാറിക്കൊടുക്കണമെന്നും ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഈ ഒരു ഗംഭീർ കോച്ചായി എത്തുമ്പോഴാണ് സഞ്ജുവിനെ സംബന്ധിച്ച് അതൊരു നേട്ടമായി മാറാൻ പോകുന്നത്.